الله عباد الله أوصيكم وإياي أولا بالتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفما نحن بميتين إلا موتتنا الأولى وما نحن بمعذبين إن هذا لهو الفوز العظيم لمثل هذا فليعمل العاملون. وأيضا قال الله تعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യരായ വിശ്വാസിനികളെ, പടച്ച റബ്ബിൻ്റെ വിധിവിലക്കുകളും അവൻ്റെ നിയമ നിർദ്ദേശങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ അഖില മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുകളിൽ അത്യുന്നതനായ ഒരു നാഥൻ നമ്മെ സദാ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ യഥാർത്ഥ മുത്തക്കികളായി ജീവിതം നയിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും സഗൗരവം ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പടച്ച റബ്ബ് നാം ജീവിക്കുന്ന കാലമത്രയും റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് അവനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗബാധിതനായി മരണാസന്നനാകുന്ന ആ സന്ദർഭത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ പ്രവാചകൻ്റെ ശാരീരികമായ അവസ്ഥയും പ്രയാസവും കണ്ടിട്ട് വയാ കർബാലി അബി, എൻ്റെ ഉപ്പയുടെ മേലുള്ള വേദനയും പ്രയാസവുമെന്ന് സങ്കടപ്പെടുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മകളെ അണച്ചുകൂട്ടിയിട്ട് പ്രവാചകൻ ആ മകളോട് പറഞ്ഞു: ലൈസൽ കർബു ബഅദൽ യൗം, മോളെ, ഇന്നത്തെ ഈ ദിവസവും വേദനയും പ്രയാസവുമൊക്കെ കഴിഞ്ഞാൽ ഞാൻ നാളെ അള്ളാഹുവിൻ്റെ റാഹത്തിലേക്ക്, റബ്ബിൻ്റെ ഉന്നതമായ ആ റബ്ബിൻ്റെ തൃപ്തിയിലേക്ക് മടങ്ങുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ അണപ്പല്ലുകൾ പുറത്തു കാണുമാറ് ആഹ്ലാദവും സന്തോഷവും തൻ്റെ പൊന്നുമകളോട് പങ്കുവയ്ക്കുകയാണ്. ഖുതുബയുടെ ആമുഖമായി ഞാൻ ഈ ഒരു സംഭവം പറയാൻ കാരണം, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു വിരാമമായിക്കൊണ്ട് ഈ ലോകത്ത് നിന്ന് വിടവാങ്ങുന്ന ആ സന്ദർഭത്തിൽ രാത്രിയുടെ ഏതോ അന്ത്യായാമങ്ങളിൽ പെട്ടെന്നൊരു ശ്വസന തടസ്സം അനുഭവപ്പെട്ട് നമ്മുടെ മക്കളോ നമ്മുടെ മാതാപിതാക്കളോ പെട്ടെന്ന് താങ്ങിയെടുത്ത് നമ്മെ വണ്ടിയിലേക്ക് കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞു, ഇത് വല്ലാത്ത ഒരു അത്യാസന്ന ഘട്ടമാണ്, ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല എന്ന് നമ്മുടെ മാതാപിതാക്കളോടോ അല്ലെങ്കിൽ നമ്മുടെ മക്കളോടോ
ആ ഡോക്ടർ സംസാരിക്കുന്നത് വല്ലാത്ത പ്രതിസന്ധിയിലായ നമ്മൾ അത് കേൾക്കുന്ന സന്ദർഭത്തിൽ ലോകത്തിൻ്റെ പ്രവാചകൻ പറഞ്ഞതുപോലെ ലൈസൽ കർബു ബഅദൽ യൗം, ഇന്നത്തെ ഈ ദിവസം കഴിഞ്ഞാൽ എനിക്ക് വേദനയില്ല മകളെ, എനിക്ക് ടെൻഷനും വിഭ്രാന്തിയും അസ്വാസ്ഥ്യങ്ങളുമില്ല, ആഹ്ലാദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു ലോകത്തേക്കാണ് മോളെ ഞാൻ പോകുന്നത് എന്ന് ലോകത്തിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ മകളെ അണച്ചുകൂട്ടി അണപ്പല്ലുകൾ പുറത്തു കാണുമാറ് സന്തോഷം പങ്കുവച്ചതുപോലെ നമ്മുടെ മനസ്സുകൾക്കൊരു സക്കീനത്തും ആശ്വാസവും നമുക്ക് ലഭിക്കുന്ന കർമ്മങ്ങൾ നമ്മുടെ കൈവശമുണ്ടോ സഹോദരങ്ങളെ? മരണം നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല. അമേരിക്കയിൽ നിന്നും പറന്നുയർന്ന 67 യാത്രക്കാരെയും കൊണ്ട് പറന്നുയർന്ന ആ വിമാനത്തിലേക്ക് കയറുന്ന ഒരു യാത്രക്കാരും ചിന്തിച്ചിട്ടുണ്ടാകില്ല, ഞാൻ ഫ്ലൈറ്റ് ഇറങ്ങി ഇന്ന സ്ഥലത്തെത്തുമെന്ന് പലരോടും പറഞ്ഞ യാത്രക്കാര് ആകാശത്തേക്ക് പറന്നുയരുന്ന ആ വിമാനം 67 യാത്രക്കാരുമായി കത്തിയമർന്ന് സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് അവരുടെ ഭൗതിക ശരീരം ആഴ്ന്നു പോകുമ്പോൾ നമുക്ക് ചില മുന്നറിയിപ്പുകൾ റബ്ബ് നൽകുന്നുണ്ട്. വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്, എവിടെ വച്ചാണ് ഏത് സന്ദർഭത്തിലാണ് നാം മരണപ്പെട്ടു പോകുന്നതെന്ന് നമുക്കൊരാൾക്കും അറിയുകയില്ല സഹോദരങ്ങളെ. നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ആലോചിക്കേണ്ടത്, മരണാസന്നമാകുന്ന സന്ദർഭത്തിൽ ശരിയായ വിശ്വാസവും അത്തരത്തിലുള്ള കർമ്മങ്ങളും നമ്മുടെ മനസ്സിന് സക്കീനത്തും സമാധാനവും ആശ്വാസവും തരുന്ന സൽക്കർമ്മങ്ങളുടെ പൊതിച്ചോറ്, അതിൻ്റെ പാതയും നമ്മുടെ കൈവശമുണ്ടോ എന്നാണ് ചിന്തിക്കേണ്ടത്. മഹാനായ അംറു ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു മരണാസന്നനായി കിടക്കുന്ന സമയത്ത് ഭിത്തിയോട് ചരിഞ്ഞ് വല്ലാത്ത സങ്കടവും പ്രയാസത്തോടും കൂടി കിടക്കുമ്പോൾ അംറു ബിനുൽ ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ നിവർത്തി കിടത്തിയിട്ട്, ഉപ്പ, അങ്ങ് മരണത്തെക്കുറിച്ച് ആലോചിച്ച് വെപ്രാളപ്പെട്ട് അസ്വസ്ഥമായി കരയുകയാണോ? ഇല്ല മോനെ, ഉപ്പ പറയാറുണ്ടല്ലോ മരണസമയത്തുള്ള ആ വേദനയും പ്രയാസവും എങ്ങനെയെന്ന് ഒരു ബുദ്ധിമാനായ വിശ്വാസി എനിക്ക് പറഞ്ഞു തന്നിരുന്നുവെങ്കിൽ അതത്ര നന്നായിരുന്നനെ എന്ന് ഉപ്പ എന്നോടും കുടുംബത്തോടുമൊക്കെ പറയാറുണ്ടല്ലോ. എങ്കിൽ ഉപ്പ ഇപ്പോൾ അനുഭവിക്കുന്ന മരണത്തിൻ്റെ വേദനയുടെ പ്രയാസത്തിൻ്റെ ആ അവസ്ഥ എങ്ങനെയെന്ന് മഹാനായ അംറു ബിനുൽ ആസ് റളിയല്ലാഹു അൻഹുവിനോട് തൻ്റെ പ്രിയപുത്രൻ ചോദിക്കുമ്പോൾ ആ പിതാവ് പറഞ്ഞത്, മോനെ, അള്ളാഹുവിൻ്റെ റസൂൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിൻ്റെ പ്രബോധനവുമായി വരുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനെയും ഈ തൗഹീദിൻ്റെ പ്രബോധനത്തെയും ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് അങ്ങേയറ്റം വെറുത്തിരുന്നു മകനെ, ഞാൻ ഏറെ വെറുത്തിരുന്നു. ആ വെറുത്തിരുന്ന സമയത്തായിരുന്നു എൻ്റെ മരണമെങ്കിൽ എൻ്റെ അവസാനത്തെ പരിണതിയെക്കുറിച്ച്, ഇനി അങ്ങോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് ഞാൻ വെപ്രാളപ്പെടുന്നത്. എന്നിട്ട് മഹാനായ അംറു ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു തൻ്റെ പ്രിയ പുത്രനോട് പറയുകയാണ്, ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന വേദനയുണ്ടല്ലോ, ഒരു സൂചി കുഴലിലൂടെ ശ്വസനം നടത്തുന്ന ഒരു മനുഷ്യന്റെ പ്രയാസമാണ്. എനിക്ക് ശ്വസനം കിട്ടുന്നില്ല മകനെ. ഒരു വലിയ മല എൻ്റെ ശരീരത്തിൻ്റെ പുറത്തേക്ക് വെച്ചാൽ എന്താണ് വേദന, ആ വേദനയാണ് ഞാൻ അനുഭവിക്കുന്നത് എന്ന് മഹാനായ അംറു ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു ആ വേദനയുടെ അപ്പുറവും ആഹ്ലാദവും സന്തോഷവുമായിരുന്നു. എന്തായിരുന്നു സന്തോഷം സഹോദരങ്ങളെ? അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിലൂടെ സ്വർഗവാസികളായ 2 മനുഷ്യരുടെ സംസാരത്തെക്കുറിച്ച് കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ പ്രതിപാദിച്ചിരുന്നു. എന്നാൽ ആ സ്വർഗവാസികളായ മനുഷ്യരുടെ അവസാനമായ അവരുടെ ചില സംസാരങ്ങൾ വിശുദ്ധ ഖുർആൻ സൂറ സ്വാഫാത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ഖുതുബയുടെ ആമുഖമായി ഓതി വെച്ച വചനം
അഫമാ നഹ്നു ബിമയ്യിതീൻ. സ്വർഗവാസികളായ രണ്ട് സഹോദരന്മാര് ആഹ്ലാദവും സന്തോഷത്തോടെയും ആ സ്വർഗത്തിലിരുന്ന് സംസാരിക്കുന്ന സംസാരത്തെ കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അഫമാ നഹ്നു ബിമയ്യിതീൻ. ഇനി നമുക്കിവിടെ മരണമില്ല. ഇല്ലാ മൗതതനൽ ഊലാ. ആദ്യത്തെ ആ മരണമല്ലാതെ ആ മരണവും വേദനയും പ്രയാസവും പ്രതിസന്ധിയും എല്ലാം കഴിഞ്ഞു. അതുകൊണ്ട് അഫമാ നഹ്നു ബിമയ്യിതീൻ. ഇനി നമുക്കൊരു മരണമില്ല. വമാ നഹ്നു ബിമുഅദ്ദബീൻ. ഇനി നമുക്കൊരു തരത്തിലുള്ള പരീക്ഷണങ്ങളും വേദനകളും മാനസികമായ സംഘർഷങ്ങളുമില്ല. വീണ്ടും അവർ പറയുന്നത് ഇന്ന ഹാസാ ലഹുവൽ ഫൗസുൽ അലീം. ഇതാണ് മഹത്തായ വിജയം. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഈ ലോകത്ത് അല്ലാഹു നമ്മെ സൃഷ്ടിച്ച് പ്രവാചകന്മാർ നമുക്ക് പറഞ്ഞു തരുന്ന തൗഹീദും ആദർശവും ഉൾക്കൊണ്ട് ചെറിയ ഒരു കാലം ഇവിടെ ജീവിച്ച് സന്തോഷത്തോടുകൂടി മരണപ്പെട്ട് അല്ലാഹുവിന്റെ അനശ്വര സ്വർഗം നേടിയ ആ മനുഷ്യന്മാർ അവിടെ ഇരുന്ന് സംസാരിക്കുന്ന സംസാരത്തിന്റെ രൂപം വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് അഫമാ നഹ്നു ബിമയ്യിതീൻ. ഇനി നമുക്കിവിടെ മരണമില്ല, വേദനയില്ല, ക്യാൻസറിന്റെ പ്രതിസന്ധിയില്ല, ഉറക്കം നഷ്ടപ്പെട്ടു പോകുന്ന വേദനകളില്ല, മാനസികമായ സംഘർഷങ്ങളില്ല. വമാ നഹ്നു ബിമുഅദ്ദബീൻ. ഒരു തരത്തിലുള്ള അദാബും ഞങ്ങൾക്കില്ല. ഇന്ന ഹാദാ ലഹുവൽ ഫൗസുൽ അലീം. ഇതാണ് മഹത്തായ വിജയം. ഫൽയഅമലിൽ ആമിലൂൻ. പ്രവർത്തകരെ, വിശ്വാസികളെ, ഇതിനു വേണ്ടിയാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഈ മസ്ജിദിൽ തിരക്കുകൾക്കിടയിൽ നാം ഒരുമിച്ച് കൂടിയത് നമ്മുടെ അന്ത്യം നന്നാകണം, നമ്മുടെ അവസാനം നന്നാകണം. മരണസമയത്ത് സന്തോഷത്തോടെ ആഹ്ലാദത്തോടു കൂടി ഇപ്രകാരം സ്വർഗവാസികൾ സംസാരിക്കുന്നത് പോലെ നാളെ പരലോകത്ത് നമുക്ക് സംസാരിക്കാൻ കഴിയണം. സഹോദരങ്ങളെ, സൂറത്ത് യാസീനിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്ന ഒരു ചരിത്രമുണ്ട്. ഒരു നാട്ടിലേക്ക് 3 പ്രവാചകന്മാരെ അള്ളാഹു അയച്ചു. ഒന്നല്ല, രണ്ടല്ല, 3 പ്രവാചകന്മാരെ ആ നാട്ടിലുള്ള മനുഷ്യരെ സംസ്കരിക്കുന്നതിനു വേണ്ടി, ഏകദൈവ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടി, പരലോകത്ത് അല്ലാഹുവിന്റെ പടപ്പുകളായ ആ വിശ്വാസികൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ആ ഗ്രാമക്കാരിലേക്ക് അല്ലാഹു 3 പ്രവാചകന്മാരെ നിയോഗിച്ചു. ആ 3 പ്രവാചകന്മാരെയും ഉൾക്കൊള്ളാത്ത ആ ജനതയിലേക്ക് വിശുദ്ധ ഖുർആൻ സൂറ യാസീനിലൂടെ അല്ലാഹു പറയുന്നു, وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين. ആ മനുഷ്യന്റെ ഓരോ പേരോ പറയാതെ, ആ ചെറുപ്പക്കാരൻ ആരാണ് എന്ന് പറയാതെ, ആ പട്ടണത്തിന്റെ അങ്ങേ അറ്റത്തു നിന്നും وجاء من أقصى المدينة رجل يسعى, പട്ടണത്തിന്റെ അങ്ങേ അറ്റത്തു നിന്നും ഒരു ചെറുപ്പക്കാരൻ അവരിലേക്ക് കടന്നു വന്നു. ഖാല, എന്നിട്ട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു, യാ ഖൗം, അല്ലയോ ജനങ്ങളെ, അല്ലയോ എൻ്റെ നാട്ടുകാരെ, അല്ലയോ എൻ്റെ ഗ്രാമനിവാസികളെ, ഇത്തബിഉൽ മുർസലീൻ. അല്ലാഹു ഏകനാണെന്ന് പഠിപ്പിക്കുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല എന്ന് പഠിപ്പിക്കുന്ന ഈ പ്രവാചകന്മാരെ നിങ്ങൾ പിൻപറ്റുക എന്ന് ആ ചെറുപ്പക്കാരൻ പറഞ്ഞ് ആ മനുഷ്യരെ ആ പ്രവാചകന്മാരിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുമ്പോ ആ നാട്ടുകാർ ആ മനുഷ്യനെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. ആ മനുഷ്യനെ കൊന്നുകളഞ്ഞു. അതിനുശേഷവും ആ മനുഷ്യന്റെ മനസ്സിന്റെ സ്പന്ദനങ്ങളെ കുറിച്ച്, ആ മനുഷ്യന്റെ മനസ്സിന്റെ സംസാരത്തെ കുറിച്ച് സൂറത്ത് യാസീനിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. എന്താണ് സഹോദരങ്ങളെ? ആ മനുഷ്യനോട് അല്ലാഹു സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന് പറയപ്പെട്ടു. ഖാല, ആ മനുഷ്യൻ മരണാനന്തരം പറയുകയാണ്. മരണാനന്തരം ആ മനുഷ്യന്റെ സംസാരത്തെ കുറിച്ച് അല്ലാഹു നമ്മളോട് പറയുകയാണ്, യാ ലൈത ഖൗമി, യാ ലൈത ഖൗമി യഅലമൂൻ. എൻ്റെ ജനത ഒന്നറിഞ്ഞിരുന്നുവെങ്കിൽ, എന്നെ വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തിയ
എൻ്റെ ഗ്രാമക്കാരും എൻ്റെ ഈ നാട്ടുകാരും അല്ല മാത്രമാണ് ആരാധ്യൻ എന്ന് പറഞ്ഞപ്പോ, അവനോടല്ലാതെ മറ്റൊന്നിനോടും നിങ്ങൾ പ്രാർത്ഥിക്കരുതേ എന്ന് പറഞ്ഞപ്പോ, ഈ പ്രവാചകന്മാരെ നിങ്ങൾ പിൻപറ്റണമെന്ന് പറഞ്ഞപ്പോ, ആ ചെറുപ്പക്കാരനെ കൊന്നുകളഞ്ഞ ആ നാട്ടുകാരെ കുറിച്ച് പറയുകയാണ്, എൻ്റെ ജനത ഒന്നറിഞ്ഞിരുന്നുവെങ്കിൽ എന്താണ്, ബിമാ ഗഫറ ലീ റബ്ബി, എൻ്റെ പാപങ്ങൾ എൻ്റെ റബ്ബ് എനിക്ക് പുറത്തു തന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് വഴിയറിയാതെ ജീവിച്ചപ്പോ ഈ സാത്വികന്മാരായ പ്രവാചകന്മാരാണ് നേരിൻ്റെ മാർഗം എന്നെ കാണിച്ചു തന്നത്. ആ വഴി ഞാൻ സ്വീകരിച്ചു. അങ്ങനെ എൻ്റെ റബ്ബ് എനിക്ക് പുറത്തു തന്നതായും വജഅലനീ മിനൽ മുക്രമീൻ, എന്നെ അല്ലാഹു ആദരണീയരിൽ ഉൾപ്പെടുത്തിയതായും എൻ്റെ ജനത ഒന്നറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നനെ എന്ന് ആ പട്ടണത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിന്ന് വന്ന ആ ചെറുപ്പക്കാരൻ സംസാരിക്കുന്നതായി മരണാനന്തരവും അയാളുടെ മനസ്സിൻ്റെ ഉള്ളിലെ സംസാരത്തെക്കുറിച്ച് സൂറത്ത് യാസീനിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. ആ മനുഷ്യനെ കൊല്ല ചെയ്യപ്പെട്ടിട്ടും ഗുണകാംക്ഷയോടുകൂടി ആ നാട്ടുകാരിൽ നന്മയുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് ഒരു യഥാർത്ഥ വിശ്വാസി എന്ന് അള്ളാഹുവിൻ്റെ ഈ വചനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ചുരുക്കത്തിൽ സഹോദരങ്ങളെ, നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഈ ലോകത്ത് നിന്ന് അപ്രതീക്ഷിതമായി നാം റബ്ബിലേക്ക് മടങ്ങിപ്പോകേണ്ടി വരും. ആ ഒരു മരണത്തെക്കുറിച്ച് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത്, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിം നാമധാരികളായാൽ പോരാ, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോകരുത്. 70 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചു. ശരിയായ രൂപത്തിൽ അള്ളാഹുവിനെ അനുസരിച്ചില്ല. ഹറാമിലും തെറ്റുകുറ്റങ്ങളിലുമായി അയാൾ ജീവിച്ചു. ഒരു ദിവസം അയാൾ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ പള്ളിയിലേക്ക് വന്ന് ആയിരങ്ങൾ നമസ്കരിച്ചതുകൊണ്ട് എന്ത് പ്രയോജനമാണ് സഹോദരങ്ങളെ ആ വ്യക്തിക്കുണ്ടാകുന്നത്? അയാളുടെ ജീവിതകാലം മുഴുവനും റബ്ബിനെ തിരിച്ചറിയാതെ, റബ്ബിനെ ഉൾക്കൊള്ളാതെ ജീവിതകാലം കഴിച്ചു കൂട്ടിയിട്ട് ഒരു മുസ്ലിം നാമധാരിയായതുകൊണ്ട് മാത്രം എന്ത് പ്രയോജനമാണ് ഉണ്ടാകുന്നത്? 6-7 വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്തെ ഒരു മസ്ജിദിൽ ഞാൻ നോക്കുമ്പോൾ 6-7 പേര് മാത്രമേ ആ മയ്യത്തിൻ്റെ കൂടെയുള്ളൂ. അദ്ദേഹത്തെ കൊണ്ടുവന്ന് മയ്യത്ത് നമസ്കരിച്ച് കബറടക്കാൻ പോകുന്നതിന് മുമ്പ് ചോദിച്ചു, അദ്ദേഹം എവിടെയാണ് താമസിക്കുന്നത്? അദ്ദേഹം ഒരു സഹോദര സമുദായത്തിൽപ്പെട്ട വ്യക്തിയെയാണ് വിവാഹം കഴിച്ചിരുന്നത്. അങ്ങനെ ആ മതത്തിൻ്റെ ആൾക്കാരായി കഴിഞ്ഞുകൂടി. പക്ഷെ രോഗാസനനായപ്പോൾ, മക്കളെ ഞാനൊരു മുസ്ലിമാണ്, എന്നെ കൊണ്ടുപോയി ഇന്ന പള്ളിയിൽ കൊണ്ടുപോയി കബറടക്കണം. നാം ചിന്തിക്കേണ്ടത്, നാം ആലോചിക്കേണ്ടത്, സഹോദരങ്ങളെ, കുറേ അധികം കാലം ഈ ഭൂമിയിൽ ജീവിച്ച് ഹറാമും ഹലാലും തിരിച്ചറിയാതെ, സൃഷ്ടാവിനെ തിരിച്ചറിയാതെ, അവൻ ഏകനാണ് എന്നതിനെ തിരിച്ചറിയാതെ കുറേ കാലം ഇവിടെ ജീവിച്ച് മരിച്ചതുകൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടാകുന്നത്? നാം ചിന്തിച്ചു നോക്കുക സഹോദരങ്ങളെ. എത്രയെത്ര രാഷ്ട്രീയ പ്രമുഖരാണ്, സിനിമാ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന മനുഷ്യരാണ്. പെട്ടെന്നൊരു സ്ട്രോക്ക് വന്ന് അയാളെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. വലിയ പ്രശസ്തനായ കേരളത്തിലെ സിനിമാ രംഗങ്ങളിൽ ഒരുപാട് മനുഷ്യരെ സന്തോഷിപ്പിച്ചു എന്നൊക്കെ അവകാശപ്പെടുന്ന ആ മനുഷ്യൻ മരണപ്പെട്ടു പോകുമ്പോ ആ മനുഷ്യന്റെ പരലോകത്തിന്റെ അവസ്ഥ എപ്രകാരമായിരിക്കും? അള്ളാഹുവിന്റെ റസൂലും വിശുദ്ധ ഖുർആനും പഠിപ്പിക്കുന്നതനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകിയ മഹത്തായ ഒരു സൗഭാഗ്യമാണ് സഹോദരങ്ങളെ. ഒരുപാട് സഹോദരന്മാർ ഈ ലോകത്ത് നിന്ന് മരണപ്പെടുന്ന, നമ്മുടെ ഉപ്പയും ഉമ്മയും ഒക്കെ മരണപ്പെടുന്ന അവസ്ഥകൾ പലപ്പോഴും നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ അവർ വരിക്കുന്ന ശ്വസന തടസ്സവും പ്രയാസവുമൊക്കെ നമ്മൾ പല മരണങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നു, ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം, മനുഷ്യന്റെ ആത്മാവ് തൊണ്ടക്കുഴിയിലേക്ക് എത്തുമ്പോൾ എന്തേ നീ മടക്കിയെടുക്കാത്തത്? നിനക്കൊരുപാട് കഴിവുകളുണ്ടല്ലോ,
നിന്റെ റൂഹ്, നിന്റെ ആത്മാവിനെ നിന്റെ ബോഡിയിലേക്ക് വീണ്ടും എന്തേ മടക്കിയെടുക്കാത്തത്? വഅൻതും ഹീനഇദിൻ തൻളുറൂൻ. ആ മനുഷ്യന്റെ, മരണാസന്നനായ മനുഷ്യന്റെ അവസ്ഥകൾ നിങ്ങൾ നേരിട്ട് കാണുന്നുണ്ട്. അയാൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട്. വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും. നിങ്ങളെക്കാൾ ആ മരണപ്പെട്ടു പോകുന്ന മനുഷ്യനിലേക്ക് ഏറ്റവും കൂടുതൽ അടുത്ത വ്യക്തി ഞാനാണ്. വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും. നിങ്ങൾ ആ മനുഷ്യന്റെ മരണാസന്നമാകുന്ന അവസ്ഥകൾ കാണുന്നുവെങ്കിലും നിങ്ങളെക്കാളും കൂടുതൽ ആ മനുഷ്യനിലേക്ക് ഞാൻ അടുത്തിരിക്കുന്നു. വലാകിൻ ലാ തുബ്സിറൂൻ. പക്ഷേ നിങ്ങൾക്കത് കാണാൻ കഴിയുന്നില്ല. സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് മരണപ്പെടുമ്പോൾ, അയാളുടെ ആത്മാവ് വേർപെടുമ്പോൾ, അയാളുടെ ആത്മാവ് തൊണ്ടക്കുഴിയിലേക്ക് എത്തപ്പെടുമ്പോൾ അല്ലാഹു പറയുന്നു, എന്തേ നിങ്ങൾ മടക്കാത്തത്? നിങ്ങൾക്കൊരുപാട് കഴിവുണ്ടല്ലോ, വിജ്ഞാന രംഗത്ത് നിങ്ങൾ ഒരുപാട് ഉയർന്നുവല്ലോ, സയൻസിൽ നിങ്ങൾ ഒരുപാട് ഉയർന്നുവല്ലോ, ആരോഗ്യ രംഗത്ത് നിങ്ങൾ ഒരുപാട് അത്ഭുതകരമായ നേട്ടങ്ങൾ കൈവരിച്ചുവല്ലോ. എന്തേ നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ തിരിച്ചു മടക്കാത്തത്? നിങ്ങൾ ആ മനുഷ്യന്റെ അവസ്ഥകൾ കാണുന്നുണ്ട്, പക്ഷേ നിങ്ങളെക്കാളും കൂടുതൽ അടുത്തവൻ ഞാനാണ്. ആ മനുഷ്യന്റെ അവസ്ഥകളും സ്പന്ദനങ്ങളും ഞാൻ തിരിച്ചറിയുന്നു. സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യൻ അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും മരണമാസന്നമാകുന്ന സമയത്തല്ല നമുക്ക് മാനസാന്തരം ഉണ്ടാകേണ്ടത്, നമുക്ക് തിരിച്ചറിവുണ്ടാകേണ്ടത്. മരിച്ചു പോകുമെന്നുള്ളൊരു ബോധം, ഖബറിൽ ഒറ്റയ്ക്കാണ് എന്നുള്ള ബോധം, റബ്ബിന്റെ മുന്നിൽ ഞാൻ വിചാരണയ്ക്ക് വിധേയനാകേണ്ടി വരുമെന്ന ഒരു ബോധം നമുക്കുണ്ടാകണം. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് ബറാഇ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രവാചക വചനം, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ യാത്ര ചെയ്യുകയായിരുന്നു. നമ്മൾ നോക്കുമ്പോൾ മുൻപോട്ട് ഒരു ആൾക്കൂട്ടം, ആൾക്കാരിങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. റസൂലിന്റെ അനുചരന്മാരിൽ ഒരാൾ അവിടെ പോയി എന്താണ് ആൾ കൂടി നിൽക്കുന്നതെന്ന് അന്വേഷിച്ചു. അദ്ദേഹം മടങ്ങി വന്നിട്ട് പറഞ്ഞു, റസൂലെ, അവിടെ ഒരാൾ മരണപ്പെട്ടു, അയാളുടെ ഖബർ കുഴിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ അനുചരന്മാരെക്കാളും വേഗത്തിൽ ആ വ്യക്തിയുടെ ആ ഖബർസ്ഥാനിന്റെ അടുക്കലേക്ക് പോയി. പ്രവാചകൻ മുട്ടുകുത്തിയിരുന്ന്, പ്രവാചകന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ വന്ന് അല്ലാഹുവിന്റെ റസൂൽ തൻ്റെ അനുചരന്മാരോട് പറഞ്ഞു, അയ്യു യഖ്വാനി ലിമിസ്ലിൽ യൗം. ഇതുപോലെ ഒരു ദിവസം നിങ്ങളെയും ഖബറടക്കുന്ന, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ നാട്ടുകാർ അടുത്ത മഹല്ലിൽ പോയി നിങ്ങൾക്ക് വേണ്ടി ഒരു ഖബർ ഒരുക്കുന്ന, നിങ്ങളുടെ യഥാർത്ഥ വീടൊരുക്കുന്ന ഇങ്ങനെ ഒരു ദിവസത്തെക്കുറിച്ച് നിങ്ങൾ തയ്യാറാകണേ, നിങ്ങൾ അതിനു വേണ്ടി ഒരുങ്ങണേ. ആ ഒരുക്കം എന്താണ് സഹോദരങ്ങളെ? ഞാൻ മരിച്ചു പോകുമെന്നുള്ള ബോധമാണ്. ജുമാ ഖുതുബയിലേക്ക് നാം വരുമ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ നന്നാകാനുള്ള അവസാനത്തെ അവസരമാണ്. ഒരുപക്ഷെ അടുത്ത വെള്ളിയാഴ്ച ഞാൻ ഉണ്ടാകുമോ ഇല്ലയോ എന്നറിയില്ല. നമ്മുടെ മരണത്തെക്കുറിച്ചുള്ള ആ ഒരു ഓർമ്മയും ബോധവും നമുക്കുണ്ടാകണം സഹോദരങ്ങളെ. എന്തെങ്കിലും ഒരു രോഗം വരുമ്പോൾ, എന്തെങ്കിലും ഒരു പ്രതിസന്ധി നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ജീവിച്ചു കൊണ്ടിരുന്ന ഒരു അവസ്ഥയിൽ പെട്ടെന്ന് നമുക്കൊരു ശാരീരികമായ അവസ്ഥയും തളർച്ചയും ഒക്കെ അനുഭവപ്പെടുമ്പോൾ മാനസികമായി തളർന്നു പോകുന്നവരാണ് മനുഷ്യരിൽ ബഹുഭൂരിപക്ഷവും. എന്നാൽ വിശ്വാസികൾ അങ്ങനെയല്ല. അവർക്കറിയാം ഈ ഭൂമിയിൽ എന്നുമെന്നും ജീവിക്കാൻ കഴിയാത്തവരാണ്. എൻ്റെ കറുകറുത്ത മുടികൾ നരച്ചു തുടങ്ങി, എൻ്റെ പല്ലുകളുടെ എണ്ണം കുറഞ്ഞു തുടങ്ങി, സ്റ്റെപ്പ് കയറുമ്പോൾ കിതപ്പുകളുണ്ട്, എൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ റബ്ബിലേക്ക് മടങ്ങേണ്ടവനാണെന്നുള്ളൊരു ബോധ്യം അയാൾക്കുണ്ട്. ആ മരണത്തെക്കുറിച്ചുള്ള ശുഭപ്രതീക്ഷയാണ് പല രോഗങ്ങളും വരുമ്പോൾ, പല പ്രതിസന്ധികളും വരുമ്പോൾ സഹോദരങ്ങളെ നമുക്ക് പ്രതീക്ഷ നൽകുന്നത്. തിരുവനന്തപുരത്ത് വിവാഹ സൽക്കാരങ്ങളിൽ ഭക്ഷണമുണ്ടാക്കുന്ന ഒരു സഹോദരൻ, അദ്ദേഹത്തിന് പെട്ടെന്ന് രോഗബാധിതനാവുകയും അദ്ദേഹം വല്ലാത്ത ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് അകപ്പെട്ട്
വിദഗ്ധമായ ചികിത്സകളും ചെക്കപ്പും ഒക്കെ കഴിഞ്ഞപ്പോൾ കുടുംബാംഗങ്ങളും ഡോക്ടറുമൊക്കെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ കൂടിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഉദര സംബന്ധമായ ഒരു ക്യാൻസറിൻ്റെ 4ാം സ്റ്റേജിലാണെന്ന് പറയുമ്പോൾ ആ വിശ്വാസിയായ സഹോദരൻ അൽഹംദുലില്ലാ, അല്ലാഹുവേ നിനക്ക് സർവസ്തുതി, കാരണം എൻ്റെ ജീവിതത്തിൽ നീ എന്തെനിക്ക് തന്നാലും അതെനിക്ക് നന്മയാണ്. ആ രോഗത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചുമുള്ള പ്രതീക്ഷ എനിക്ക് നന്മയിലേക്ക് അടുക്കാമല്ലോ. ഏതൊരു സമയത്തും ഒരു വിശ്വാസിയിലേക്ക് രോഗങ്ങളും പ്രതിസന്ധികളും കടന്നു വരാം സഹോദരങ്ങളെ. അപ്പോഴൊക്കെ നമ്മുടെ മാനസികമായ അവസ്ഥകൾ മാറും. നമ്മുടെ ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും ജീവിതാവസ്ഥകളുടെയും ഒക്കെ അവസ്ഥകൾ മാറിയിട്ട് പ്രത്യേകമായ ഒരു അവസ്ഥയിലേക്ക് ഒരു വിശ്വാസി രൂപാന്തരപ്പെടുകയില്ല. കാരണം അവൻ്റെ ഹൃദയത്തിനൊരു സക്കീനത്തും സമാധാനവുമുണ്ട്. ഞാൻ മരണപ്പെട്ടു പോകുന്നത് എൻ്റെ റബ്ബിലേക്കാണ്. ശരിയായ വിശ്വാസം ഉൾക്കൊള്ളുന്നവനാണ് ഞാൻ. എൻ്റെ നാട്ടിലെ, എൻ്റെ മഹലിലെ ബഹുഭൂരിപക്ഷവും ബഹുദൈവ ആരാധനയിലും ശിർക്കിലും മുങ്ങിത്താന്നപ്പോൾ അള്ളാഹു മാത്രമാണ് ഏകൻ. അവൻ്റെ മുന്നിലാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത്. അവനല്ലാത്ത ഒരു പടപ്പുകളുടെ മുന്നിലും എൻ്റെ ഹൃദയം തുറക്കാൻ പാടില്ല. ആ റബ്ബിലേക്കാണ് ഞാൻ മടങ്ങേണ്ടത് എന്ന ഒരു ബോധ്യമാണ് ഒരു വിശ്വാസിക്കുണ്ടാകേണ്ടത് സഹോദരങ്ങളെ. ഒരു മനുഷ്യൻ ഈ ലോകത്ത് ശരിയായ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചാൽ ഒരു മനുഷ്യന്റെ അവസാന സന്ദർഭമെത്തുമ്പോൾ ഒരു മനുഷ്യന്റെ അവസാനത്തെ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് പുറത്തേക്ക് വരുന്നതെങ്കിൽ ദഖലൽ ജന്ന, അല്ലാഹു അയാളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും. സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ടത് ജീവിതത്തിന്റെ മുഴുവൻ സന്ദർഭങ്ങളിലും പടച്ച റബ്ബിനോടൊപ്പം ആരാധ്യന്മാരുണ്ട് എന്നും പല സന്ദർഭങ്ങളിലും ബദ്രീങ്ങളെ എന്നും മുഹിദ്ദീൻ ഷെയ്ഖെ എന്നും ഒക്കെ വിളിക്കുന്ന മനുഷ്യർക്ക് എങ്ങനെയാണ് മരണത്തിന്റെ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ കഴിയുക? നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ എന്താണുള്ളത് അതാണ് മരണസമയത്ത് പുറത്തേക്ക് വരുന്നത്. മുവഹിദായ ഒരു മകൻ തൻ്റെ ഉമ്മ മരണപ്പെടുന്ന സമയത്ത്, എൻ്റെ ഉമ്മ മരിക്കുമ്പോൾ ഉസ്താദെ ബദരീങ്ങളെ എന്ന് വിളിച്ചുകൊണ്ടാണ്, മുഹിയുദ്ദീൻ ഷെയ്ഖെ എന്ന് വിളിച്ചുകൊണ്ടാണ് എൻ്റെ ഉമ്മ ഈ ലോകത്ത് നിന്ന് വിടവാങ്ങുന്ന സമയം ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുത്തു. നാം മനസ്സിലാക്കേണ്ടത് സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അല്ലാഹ് മാത്രമാണ് ആരാധ്യനെന്ന ആ ശരിയായ വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ മരണസമയത്തും ആ യഥാർത്ഥ ഒരു തൗഹീദിന്റെ ഒരു മുവഹിദായിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മരണപ്പെടാൻ കഴിയൂ. ജീവിതത്തിന്റെ പ്രതിസന്ധികളിലും ജീവിതത്തിന്റെ പരീക്ഷണങ്ങളിലും രോഗങ്ങളിലുമൊക്കെ പലരും ഹോസ്പിറ്റലിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവരുടെ കൈവശം പ്രത്യേകം ഏലസുകളും നൂലുകളും കാണാം സഹോദരങ്ങളെ. അവരുടെ വിശ്വാസം ഈ രോഗത്തിൽ നിന്ന്, ഈ പ്രതിസന്ധിയിൽ നിന്ന്, ഈ മന്ത്രിച്ചോദിയ ഈ നൂല് എന്നെ രക്ഷിക്കുമെന്നാണ് ഈ പുരോഹിതന്മാർ ഈ സമൂഹത്തെ പഠിപ്പിക്കുന്നത്. ശരിയായ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവാചകന്മാർ നമ്മെ പഠിപ്പിച്ച വലാ തമൂതുന്ന, മനുഷ്യരെ, വിശ്വാസികളെ, നിങ്ങൾ മരണപ്പെട്ടു പോകരുതേ ഇല്ലാ വഅന്തും മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ, യഥാർത്ഥ മുവഹിദുകളായിക്കൊണ്ട്, ഹൃദയത്തിൽ അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല എന്ന പ്രഖ്യാപനം ജീവിതത്തിന്റെ അഖില മേഖലകളിലും നാം പ്രാവർത്തികമാക്കിക്കൊണ്ട് മരണസമയത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മരണപ്പെടുന്ന യഥാർത്ഥ മുവഹിദുകളിലും യഥാർത്ഥ മുത്തഖുകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.